സിനിമയിൽ കത്തിനിൽക്കുന്ന പല താരങ്ങളും പഠിക്കാൻ ഒട്ടും മടിയന്മാർ ആയിരുന്നില്ല. എന്നും മാത്രമല്ല പഠനത്തിൽ മികവുറ്റ പ്രകടനം കാഴ്ചവർ കൂടിയാണ്. ഇന്ന് മലയാള സിനിമയിലെ പഠിപ്പികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. റാങ്കുകാർ അടക്കമുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. ഒരു കാലത്ത് നായകനായും കോമഡി ചെയ്തുമെല്ലാം മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ജഗദീഷ്. എന്നാൽ ഇപ്പോൾ വിസ്മയിപ്പിക്കുന്ന നിരവധി റോളുകളാണ് മലയാളികളെ കൊണ്ട് കൈയടിപ്പിക്കുകയാണ് താരം. ഫാമിലി, റോഷാക്ക് തുടങ്ങിയ സിനിമകളിൽ ജഗദീഷിന്റെ പ്രകടനത്തിന് വലിയ പ്രശംസയാണ് നൽകിയത്. മലയാള സിനിമയ്ക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. തിരുവനന്തപുരം മാർ ഇവാനോസ് കോളേജിൽ നിന്നാണ് അദ്ദേഹം ബികോം പാസ്സായത്. അന്ന് കേരള സർവകലാശാലയിൽ ഒന്നാം റാങ്ക് നേടിയായിരുന്നു ജഗദീഷിന്റെ വിജയം. ബാങ്ക് ഉദ്യോഗസ്ഥനായി തുടങ്ങി. പിന്നീട് കോളേജ് അധ്യാപകനിൽ നിന്ന് 1984 മൈ ഡിയർ കുട്ടിച്ചാത്തനോട് സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ്. ജഗദീഷിനൊപ്പം ആദ്യകാലങ്ങളിൽ കോമഡി ചിത്രങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന പ്രേംകുമാർ പഠിക്കാൻ മിടുക്കനായിരുന്നു. നാടകത്തിൽ ഒന്നാം റാങ്കോടെ അദ്ദേഹം ബിരുദം നേടിയത്. ചെമ്പഴന്തി ശ്രീ നാരായണ കോളേജിൽ സൈക്കോളജി ബിരുദം നേടിയ ശേഷമായിരുന്നു പ്രേംകുമാർ നാടക പഠനത്തിന് തിരിഞ്ഞത്. കോഴിക്കോട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണ് തിയേറ്റർ പഠിക്കുന്നത്. നിലവിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം വഹിക്കുകയാണ് പ്രേംകുമാർ. മലയാള സിനിമയിലെ മറ്റൊരു റാങ്കുകാരൻ അനൂപ് മേനോനാണ്. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നാണ് അനൂപ് മേനോൻ റാങ്കോടെ ബിരുദം പാസ്സായത്. റാങ്കില്ലെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സൂപ്പർ താരങ്ങളും ഒട്ടും പിറകിലോട്ടല്ല കേട്ടോ. മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ബികോം ബിരുദധാരിയാണ്. തിരുവനന്തപുരം കോളേജിലായിരുന്നു അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയത്. മമ്മൂട്ടിയാകട്ടെ ബിരുദ വിദ്യാർത്ഥിയുമായിരുന്നു. എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നാണ് മമ്മൂട്ടി നിയമബിരുദം നേടിയത്. പഠനം കഴിഞ്ഞ് അദ്ദേഹം സിനിമയിലേക്ക് നേരിട്ട് എത്തുകയായിരുന്നില്ല. അഭിഭാഷകനായി ജോലി ചെയ്തതിന് ശേഷമായിരുന്നു സിനിമയിലേക്കുള്ള വരവ്. മഞ്ചേരിയിലായിരുന്നു 2 വർഷത്തോളം അദ്ദേഹം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത്. സുരേഷ് ഗോപിയുടെ വിദ്യാഭ്യാസ യോഗ്യത ബിരുദാനന്തര ബിരുദമാണ്. കൊല്ലം ഫാത്തിമ നാഷണൽ കോളേജിൽ നിന്നാണ് ഇദ്ദേഹം പഠനം പൂർത്തിയാക്കിയത്. ഇംഗ്ലീഷിലായിരുന്നു MA. ജയറാം ബികോം ബിരുദധാരിയായിരുന്നു. കാലടി ശ്രീ ശങ്കര കോളേജിൽ നിന്നാണ് എക്കണോമിക്സ് ജയറാം ഡിഗ്രി പൂർത്തിയാക്കിയത്. മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ദിലീപ്. ഹിസ്റ്ററിയിലായിരുന്നു ദിലീപ് ബിരുദം നേടിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ സൈനിക് സ്കൂളിൽ നിന്നാണ് പൃഥ്വിരാജ് ഹൈസ്കൂൾ പൂർത്തിയാക്കിയത്. പിന്നീട് കൊടുങ്ങല്ലൂരുടെ ഭവന സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയും ബിരുദവും കരസ്ഥമാക്കി. ഓസ്ട്രേലിയ ടാസ്മാനിയ IT യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് സിനിമയിലേക്ക് എത്തുന്നത്. തൻ്റെ വിദ്യാഭ്യാസം +2 മാത്രമാണെന്ന് അഭിമുഖങ്ങളിലെല്ലാം പൃഥ്വിരാജ് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതേസമയം പൃഥ്വിയുടെ സഹോദരൻ കൂടിയായ ഇന്ദ്രജിത്ത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. തിരുനെൽവേലി സർക്കാർ കോളേജിൽ നിന്നാണ് ഇന്ദ്രജിത്ത് ബിടെക് ബിരുദം പൂർത്തിയാക്കിയത്. BBM ബിരുദത്തിന് ശേഷം കോർപ്പറേറ്റ് മേഖലയിൽ ബിസിനസ് മാനേജറായി ജോലി ചെയ്ത ശേഷമാണ് ദുൽഖർ സൽമാൻ സിനിമയിലെത്തുന്നത്. മുംബൈയിലെ ബാരിജോൺ ആക്ടിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് 3 മാസത്തെ അഭിനയ കോഴ്സും ദുൽഖർ പഠിച്ചിരുന്നു. മലയാള സിനിമയിലെ ഇളമുറക്കാരനായ നസ്രിന് വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേർന്നെങ്കിലും 2 വർഷത്തിനു കൊണ്ട് പഠനം അവസാനിപ്പിച്ചു.